ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമുക്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ഇന്നലെ, അതായത് 18/12/2024 ബുധനാഴ്ച 24,214 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 337 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗണിൽ, ഹെവി ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഓപ്പണിങ് 23,877 എന്ന ലെവലിലായിരുന്നു. എന്നാൽ 77 നിന്നും കേവലം 7 പോയിൻറ്റ് 870 വരെ മാത്രം ലോ കാണിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു ഗ്യാപ് ഡൗൺ കിട്ടിയാലും പെട്ടെന്ന് പ്രൈസ് ഒന്ന് അപ്വേർഡ് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അത് പതിവായി നമ്മൾ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ഉടനെ ഒരു സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഗ്യാപ് ഡൗൺ കിട്ടുമ്പോൾ പെട്ടെന്ന് വീണ്ടും ആ പ്രോഫിറ്റ് പൊസിഷൻ കവർ ചെയ്യുന്നതിൻ്റെ ആവാം. എന്തായിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്തു. നമുക്കറിയാം, കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,872 എന്ന ലെവലാണ് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിരുന്നത്. അവിടുന്ന് തുടർന്ന് 23,961 എന്ന ലെവലിലോട്ട് ബ്രേക്ക് ചെയ്ത് 23,994 എന്ന ലെവലിലോട്ടെത്തി. ആ ലെവലിൽ നിന്നും വീണ്ടും അതുവരെ ട്രേഡ് ചെയ്യാതിരുന്ന ആൾക്കാർ വേണമെങ്കിൽ ഈ തരത്തിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് കിട്ടിയ ഉയർച്ചയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ലഭിക്കും എന്ന് കരുതി. എന്നാൽ ഈ ഏരിയയിൽ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട്, ലോ വീണ്ടും ബ്രേക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് ഈ ഏരിയയിൽ നിന്നും തീർച്ചയായും ആ പുട്ട് ഓപ്ഷൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ അവിടെ നിന്നും പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഈ തരത്തിൽ പോയി. അതിനുശേഷം തുടർന്നുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ നിന്നും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ട്രൈ ചെയ്യാവുന്നതായിരുന്നു. കോൾ ഓപ്ഷൻ വാങ്ങിയവരുണ്ട്, അത്തരത്തിൽ പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകുന്നില്ല എന്ന് കണ്ട് പുട്ട് ഓപ്ഷൻ എടുത്തവരും വീണ്ടും ഡേയ്സ് ലോയിലോട്ട് എത്തുമ്പോൾ കൃത്യമായും ഈ ഏരിയയൊക്കെ ആ തരത്തിൽ സപ്പോർട്ട് ലെവലുകളായി പ്രവർത്തിക്കുന്നതാണ്. ആ ഏരിയയിൽ വന്നപ്പോൾ വീണ്ടും ബൈങ് നടത്തി. എന്നാൽ പുതിയ ഉയരം ലഭിച്ചില്ല. ഇത്രയും നേരം ഇവിടെ ഹോൾഡ് ചെയ്തെങ്കിലും ഈ പുതിയ ഒരു ഉയരം ക്ലോസിംഗ് ലഭിക്കായികയാൽ പ്രൈസ് അവിടെ നിന്നിരുന്നു. എന്നാൽ ആദ്യത്തെ 1 അവർ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം കൺസോൾട്ടേഷനായി മാറിയേക്കാം എന്ന് ഊഹിക്കാൻ കഴിയുന്നതായിരുന്നു. അത് ആ തരത്തിൽ തന്നെയായിരുന്നു. പിന്നീടുള്ള മൂവ്മെൻറ്റ് വളരെ ചെറിയ മൂവ്മെൻറ്റേ പിന്നെ ലഭിച്ചിട്ടുള്ളൂ. ഹെവി കൺസോൾട്ടേഷൻ ആയിരുന്നു ലഭിച്ചത്. ആ ഏരിയകളും ചെറിയ ചെറിയ പ്രോഫിറ്റുകളും എടുത്ത് ട്രേഡ് ചെയ്തിരുന്ന ഒട്ടനവധി പേരുണ്ട്. ഇതെല്ലാം കൃത്യമായും സാധ്യമാകുന്ന ട്രേഡിങ്ങുകൾ തന്നെയാണ്. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുകയല്ല ചെയ്യുന്നത്. എനിക്ക് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നു എങ്കിൽ അത് വെറും തള്ളാണെന്ന് വിചാരിക്കാമായിരുന്നു. എന്നാൽ ഈ തരത്തിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് തന്നവരും പിന്നീട് ഈ ഏരിയയിൽ നിന്നും ട്രേഡിൽ നിന്നും പൂർണ്ണമായി നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള P&Lകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ ഏരിയയിൽ നിന്നും കൃത്യമായ ട്രേഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ട്രേഡേഴ്സ് പിൻവാങ്ങുകയാണ് ചെയ്തത്. എവിടെയും വ്യക്തമായ ലെവലുകൾ ലഭിക്കാതെ, ഒരു പൊസിഷൻ ലഭിക്കാതെ, ഒരു എൻട്രി പാറ്റേൺ ലഭിക്കാതെ ട്രേഡിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എല്ലാ P&Lകളൊന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയാറില്ലെങ്കിലും മിക്കവാറും എനിക്ക് ലഭിക്കുന്ന നല്ല നല്ല P&Lകൾ, ഓരോ നല്ല മൂവ് കിട്ടുമ്പോഴും ലഭിക്കുന്ന P&Lകൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സമയക്കുറവ് തന്നെയാണ്. ഓരോ P&Lലും ശബ്ദ സന്ദേശവും മാത്രമേ ഒരു പ്രാവശ്യം ഒരു P&L അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് മാത്രമാണ് വാട്സപ്പിൽ ലഭിക്കുന്നവ നമുക്ക് ടെലഗ്രാം ചാനലിലോട്ട് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എല്ലാ P&Lകളും പോസ്റ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ്, സമയപ്രശ്നം കൊണ്ടാണ് അത്തരത്തിൽ എല്ലാം പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ എനിക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമായിരുന്നുവെങ്കിൽ ഈ പറയുന്നതിനകത്ത് വലിയ വിശ്വാസ്യതയുടെ സാധ്യതയില്ല. എന്നാൽ ഇതേ കാര്യം കൃത്യമായി ട്രേഡ് ചെയ്യുന്ന ഒട്ടനവധി പേർ ഇപ്പോഴുണ്ട്, എനിക്ക് പരിചയമുള്ളവർ. അതായത് ഈ നമ്മുടെ മാർക്കറ്റ് വേവ്സ് എന്ന ചാനലിലൂടെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഞാനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവധി പേർ ഇത് ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. അതല്ലാതെ വെറുതെ കണ്ണും പൂട്ടി ഇങ്ങനെ ഒരു പറച്ചിലല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് അവസ്ഥകൾ ഇതായിരുന്നു. എന്നാൽ ഇന്ന് ലഭിച്ച
കേവലം നമുക്കറിയാം ഇന്നത്തെ ഹൈയും ലോയും പരിശോധിച്ചാൽ ലഭിച്ചിരിക്കുന്നത് ഒരു 130 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ് ആകെയുള്ളൂ. അതിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 130 പോയിൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയായിരിക്കാം നമ്മളുടെ നാളത്തെ ട്രേഡ് എന്ന് പ്ലാൻ ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ 23,949 എന്ന ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ ചെറിയ സപ്പോർട്ടുകൾ, മൈനർ സപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഇന്നത്തെ ഹൈയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആയി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന ഫീൽ ലഭിക്കുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്നേ ഉള്ളൂ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് സഞ്ചരിച്ചേക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അത്തരത്തിൽ മൂവ് ചെയ്താൽ നമുക്ക് ലഭിക്കാവുന്ന ആദ്യത്തെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,193 എന്ന രീതിക്കാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുകളിൽ 24,270 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമുക്ക് ലഭിക്കേണ്ട ടാർഗറ്റ് 23,870 എന്ന ഇന്നത്തെ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും നമുക്ക് പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ഹൈ ആയിരിക്കുമെന്ന് മാത്രം. എന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ്, അതായത് സപ്പോർട്ട് ലെവലുകളാണ് 23,779, 656, 581, 506 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഈ ലെവലുകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. 51,531 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സ് ലോയും അതുപോലെ തന്നെ 51,395 എന്ന ഒരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതകൾ 52,167 എന്ന ലെവലാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്നത്തെ ഡേയ്സ് ഹൈ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം 52,008 എന്ന മറ്റൊരു ലെവലും കൂടി മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ഈ ലെവലാണ്. 51,791 എന്ന ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ആവശ്യം. അങ്ങനെ ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് മാത്രം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഗ്രാജുവലി അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പുതിയ സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റായി കണക്കാക്കി
ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ലോയ്ക്ക് താഴെ, അതായത് 51,262 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 79,210 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ആയി 80,215 എന്ന ലെവൽ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 79,517, 670, 797, 80,048 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം മാത്രമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ബൈ ഓൺ എവരി ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. സെൻസെക്സിലും ആദ്യമായി ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് എന്ന് മാത്രം. എന്നാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ തുടർന്ന് വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ആ തരത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എന്നാൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ 78,385 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നു. ഈ ലെവലിന് താഴെ ക്ലോസ് ആയാൽ, അതായത് 78,129 എന്ന ലെവലിന് താഴെ ക്ലോസ് ആയാൽ തീർച്ചയായും പ്രൈസ് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതാണ് നാളേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന പ്ലാൻ മാത്രമാണ്. നിങ്ങൾക്കും ഉപയോഗിക്കാം. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഗുണകരമാണ് എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്